കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. ഇന്ന് നിങ്ങളോട് പറയുവാനായി ദൈവം തന്ന വചനം ഇതാണ്: ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണം? അനേക നാളുകൾക്ക് മുമ്പ് ഞാൻ ഇന്ത്യയിൽ സുവിശേഷ പ്രസംഗങ്ങൾക്ക് കടന്നു പോവുകയും അവിടെ പല സ്റ്റേജുകളിലും കൺവെൻഷനുകളിലും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. പീലാത്തോസ് തൻ്റെ മുൻപിൽ നിന്ന് യേശുവിനെ നോക്കിക്കൊണ്ട് പുരോഹിതന്മാരോടും ജനത്തോടും മതത്തിൻ്റെ അധ്യക്ഷന്മാരോടും ചോദിക്കുന്ന ചോദ്യമാണ് നാം ഇവിടെ കേട്ടത്. അത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. പീലാത്തോസ് അവനോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഈ ചോദ്യമാണ് ഇന്ന് ലോകത്തിൽ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. വിശേഷാൽ നമ്മുടെ മഹാരാജ്യമായ ഇന്ത്യയിലും ക്രിസ്തു ഒരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ലോകം മുഴുവനും യേശു ഒരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ജനത്തിൻ്റെ ഇടയിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കരുത്, യേശുവിൻ്റെ നാമം എടുക്കരുത്, ലോകത്തിൽ ഏത് നാമം എടുത്താലും ക്രിസ്തുവിൻ്റെ നാമം എടുക്കരുത് എന്നുള്ള ഒരു വിഷയമാണ് മുന്നിലായി നിൽക്കുന്നത്. പീലാത്തോസിന്റെ അടുക്കൽ മതാധ്യക്ഷന്മാരും മഹാപുരോഹിതന്മാരും തങ്ങളുടെ റിലീജിയസ് ടീച്ചിങ്ങിന് വിരോധമായി, അഥവാ മതത്തിൻ്റെ തത്വങ്ങൾക്ക്, മതത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ദൈവവുമായി നമുക്ക് ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് എങ്ങനെ അവരുടെ ഹൃദയം പകരുവാൻ സാധിക്കുമെന്നുമുള്ള കാര്യങ്ങളും രോഗസൗഖ്യവും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുരുടർക്ക് കാഴ്ച നൽകുകയും അങ്ങനെ പലവിധമായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ട് നടന്നവനായ ക്രിസ്തുവിനെ ഇന്ന് പിടിച്ചുകൊണ്ട് പീലാത്തോസ് അന്നായിരുന്ന ദേശത്തിൻ്റെ അധിപതിയും രാഷ്ട്രത്തിൻ്റെ തലവനും പൊളിറ്റിക്കൽ ലീഡറുമായിരുന്ന പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പീലാത്തോസ് ചോദിച്ച ചോദ്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്: ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ 63-ാമത്തെ വാക്യത്തിൽ മഹാപുരോഹിതനായ കയ്യാഫാവ് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശുവിനോട് അനേക ചോദ്യങ്ങൾ ചോദിച്ചിട്ടും യേശു അതിന് യാതൊരു മറുപടിയും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ യേശുവിനിൽ നിന്നും മറുപടി കേൾക്കണമെന്നുള്ള മഹാതാല്പര്യത്തോടുകൂടി അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, അനേക ചോദ്യങ്ങൾക്ക് യേശു മറുപടി പറയാതിരുന്നപ്പോൾ പിന്നെ യേശു ഈ പർട്ടിക്കുലർ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറഞ്ഞു? അത് പറയുമെന്ന് മഹാപുരോഹിതന് വ്യക്തമായിട്ടറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ ചോദ്യം എവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല നമുക്ക് നോക്കാം. യേശു അവനോട്, നീ മനുഷ്യപുത്രൻ അല്ല, യേശുവിനോട് ചോദിക്കും. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഈ ചോദ്യമല്ല അവൻ ചോദിച്ചത്. അതിനുശേഷം താഴോട്ട് വായിക്കുന്നു, ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് നിന്നോട് ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ യേശുവിന് അതിന് മറുപടി പറയാൻ ഇരിക്കുവാൻ തരമില്ലാതെയായി. യേശു എന്താണ് മറുപടി പറയുന്നത്? 64-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു അവനോട്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ
പറയുന്നു എന്ന് പറഞ്ഞു. ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നവനെന്നും സർവശക്തനായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുമെന്നും അത് ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം കീറുന്നതായി നാം കാണുന്നു. ചോദ്യം എന്തായിരുന്നു? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെയോ? എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ ക്രിസ്തു എന്ന് ധരിച്ചുവോ എന്നുള്ള ചോദ്യങ്ങളും അവൻ ക്രിസ്തു ആണെന്ന് പലർക്കും അറിയാവുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നിക്കോദിമോസ് വന്ന് പറയുന്നുണ്ട്, സാക്ഷ്യം പറയുന്നു. നിക്കോദിമോസ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ അതിന് 1 മുതലുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണി നിക്കോദിമോസ് എന്ന് പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നു അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നുവെന്നും നീന്നോടുകൂടെ ദൈവമുണ്ട് എന്നും ഞങ്ങൾ അറിയുന്നു. ആര്? പള്ളിയിലുള്ളവർ, മതത്തിൻ്റെ അധ്യക്ഷന്മാർ, മഹാപുരോഹിതന്മാർ, പുരോഹിതന്മാർ, മതശ്രേഷ്ഠന്മാർ, ഇവരൊക്കെയും അറിയാവുന്ന ഒരു വിഷയമുണ്ട്. ഈ കർത്താവായ യേശു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെന്നും അവനാണ് വന്നിരിക്കുന്നതെന്നും അവൻ മഹാരാജാവായി ഈ യെരുശലേമിൽ പിറന്നു എന്ന് 30 വർഷങ്ങൾക്ക് മുമ്പ് ഹേരോദാവിൻ്റെ 33 വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ കടന്നു വന്ന വിദ്വാൻമാർ ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഇതൊക്കെയും അറിയാവുന്ന റബൈമാർ, മതത്തിൻ്റെ അധ്യക്ഷന്മാർ, അവരാണ് പിടിച്ചുകൊണ്ട് ഇന്ന് യേശുവിനെ ചോദ്യം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? അവരുടെ മതത്തിന് അഥവാ മതശ്രേഷ്ഠന്മാർക്ക് അവരുടെ നിലനിൽപ്പിന് ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ് യേശു. ഇന്നും ലോകത്തിൽ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനം യേശുവിനെ അറിഞ്ഞാൽ അവർക്ക് മതത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധ്യമല്ല. മതത്തിനൊരു വലിയ ത്രട്ടനാണ്. മതത്തിന് യേശുവിനെ ഒതുക്കി വെക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് മതം വിചാരിച്ചു യേശുവിനെ ക്രൂശിക്കണം, യേശുവിനെ നിഷ്കാസനം ചെയ്യണം, യേശുവിനെ ഈ ലോകത്തിൽ നിന്ന് ആകമാനം അവൻ്റെ പേര് കൂടെ നാം അയച്ചു കളയണം എന്ന് മതം തീരുമാനമെടുത്തു. എന്നാൽ നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. സ്തോത്രം. ജനങ്ങൾ എന്ന് പറയുന്നു, അത് യേശുവിൻ്റെ ഒരു ചോദ്യമാണ്. അത് കഴിഞ്ഞ് യേശു ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? സ്തോത്രം. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് 16-ാമത്തെ വാക്യം, നീ ജീവനുള്ളവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്താണ് കയ്യാഫാവ് ചോദിച്ചത്? കയ്യാഫാവ് ചോദിച്ചിരുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെയോ? പ്രൈസ് ദി ലോർഡ്. അവൻ അതറിയുന്നില്ല. അവൻ ആ ചോദ്യം ചോദിക്കുകയാണ്. മഹാപുരോഹിതന് ഇവൻ ആരാണെന്ന് അറിയുന്നില്ല. ക്രിസ്തു ആണോ എന്നൊരു സംശയം, അതുകൊണ്ട് ചോദിക്കുന്നു. പീലാത്തോസ് ചോദിക്കുന്നു. പീലാത്തോസിന് യാതൊരു അറിവുമില്ല. നീ ക്രിസ്തു തന്നെയോ? അതെ, ഞാനാകുന്നു എന്ന് പീലാത്തോസിനോട് മറുപടി പറയുന്നു. എന്നാൽ പത്രോസിനോട് പറയുന്ന മറുപടി എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. യേശു പത്രോസിനോട് പറയുന്നു, യേശു അവനോട് 17-ാമത്തെ വാക്യം, ബറയോനാ ശിമോനെ,
നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ആരാണ് വെളിപ്പെടുത്തിയത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. സ്തോത്രം. അപ്പോൾ പത്രോസിന് വെളിപ്പെട്ടു ഇവൻ ക്രിസ്തു എന്ന്. പീലാത്തോസിന് വെളിപ്പെട്ടു ഇവൻ ക്രിസ്തു എന്ന്. മഹാപുരോഹിതന് വെളിപ്പെട്ടു ഇവൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന്. നമുക്ക് ഇനിയും താഴേക്ക് പോകാം. എന്താണ് പിശാച് ഇവനെ എങ്ങനെയാണ് കാണുന്നതെന്ന്? സ്തോത്രം. മനുഷ്യർ കാണുന്നത് കണ്ടു, മഹാപുരോഹിത മതത്തിൻ്റെ ശ്രേഷ്ഠന്മാർ കാണുന്നത് കണ്ടു, ശിഷ്യൻ കാണുന്നത് കണ്ടു. ഇനിയും പിശാച് ഇവനെ കുറിച്ച് എന്ത് പറയുന്നു? ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു. അവൻ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. ഗദരദേശത്തെ ഭൂതഗ്രസ്തനായിരിക്കുന്ന മനുഷ്യൻ അലറിക്കൊണ്ട് പറയുകയാണ് ക്രിസ്തുവിനോട്, ദൈവത്തിൻ്റെ പുത്ര, ഞങ്ങളെ ഉപദ്രവിക്കുന്നതിന് നീ ഇവിടെയും വന്നുവോ? അവൻ അത്രയും മനസ്സിലായി ഇവൻ ദൈവത്തിൻ്റെ പുത്രനെന്ന്. നമുക്ക് അടുത്തു വരാം. വീണ്ടും മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 23-24 വാക്യത്തിൽ നമുക്കൊന്ന് നോക്കാം. അശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന്. 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പള്ളിയിൽ അശുദ്ധാത്മാവ് വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്തോത്രം. ഇവിടെ പള്ളിയിലാണ് അശുദ്ധാത്മാവ് ഉള്ളത്. സ്തോത്രം. അവൻ നിലവിളിച്ചു. 24-ാമത്തെ വാക്യം. നസറായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. നീ ആരെന്ന് ഞാൻ അറിയുന്നു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഭൂതഗ്രസ്തൻ പിശാച് അലറിക്കൊണ്ട് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ. സ്തോത്രം. വീണ്ടും നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ മർക്കോസ് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? മത്തായി പറയുന്നു, സ്തോത്രം, നീ ദൈവത്തിൻ്റെ പുത്രനെന്ന്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ന്റെ 7-ാമത്തെ വാക്യം ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ പറയുന്നത്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ യേശുവിനെ കണ്ടിട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിനോട് പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ കേട്ടത്. അതിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ ദൂരെ നിന്ന് വായിക്കുന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്ക നിലവിളിച്ചു. 7-ാമത്തെ വാക്യം. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ആദ്യം കേട്ടു നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പിശാച് പറയുന്നു. പിന്നെ കേട്ടു നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന്. ഇപ്പോൾ കേൾക്കുന്നു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന്. പ്രൈസ് ദി ലോർഡ്. മത്തായി 16:17 യേശു വീണ്ടും പറഞ്ഞത് ശ്രദ്ധിക്കണം. യേശു പറയുകയാണ്, യേശു അവനോട്, ബറയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. പിന്നെ ആരാണ് വെളുത്തിയത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ. അപ്പോൾ ക്രിസ്തുവിനെ ക്രിസ്തു എന്നും യേശുവിനെ ക്രിസ്തു എന്ന് മനസ്സിലാക്കണമെന്ന്, ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷക്തൻ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അവൻ ആരാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ